നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാനാഭം എന്നും പറയാം, സമാഭാസം എന്നും പറയും. ഭ, ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു, ശോഭ എന്നർത്ഥമാണ്. പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട്. പലരും നമ്മളോട് തർക്കിക്കാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം. അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനൈശ്ചരം എന്ന് പറയാം, തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശനൈഹി ചരതി ഇത് ശനൈശ്വര, സാവധാനം സഞ്ചരിക്കുന്ന ആളാണ് ശനൈശ്വര, ശനി അല്ലെങ്കിൽ ശനീശ്വര. ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ്. നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു. മീനൻ രാശിയിലാണ് ശനി. പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം. കണ്ടകശനി, ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം. ഇവിടെ ശനി വക്രം കഴിയുകയാണ്. നവംബർ 28 ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല, മീനൻ രാശിയിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു. വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം. ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ. കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും, മരണം, പാതിത്യം, വീഴ്ച, ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനി എന്നറിയുക. വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും. ശശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി. നീതിയും ന്യായവും ഒക്കെ ശനിക്കുമുണ്ട്. സൂര്യപുത്രനാണ് ശനി. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി. അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല. അത്ര ശക്തമാണ് ശനി. അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 വർഷം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ, അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത്. വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ബോംബെയിൽ 2 ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ലഗ്നത്തിൽ ശനിയാണ്. വളരെ അലസനാണ്. അവന് എഴുന്നേൽക്കില്ല. കുളിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ്. മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു. ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ്. കേവലം 9-10 വയസ്സുള്ള കുട്ടിക്ക്. അതാണ് ശനി സ്പിരിച്വൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അലസത ഉണ്ടാകാം, പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത. തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും. അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും. ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക. അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ കർമ്മകുശലനായിരിക്കാം. പക്ഷെ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മമേഖലയിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 23/2/2028 ശനി
മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ. അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ചിന്തിക്കാം, ഈ ശനി, കണ്ടകശനി, ഏഴരശനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശനി നിൽക്കുന്നത് ഒന്ന് മകരൻ രാശിയുടെ അധിപനായിട്ടാണ്, രാശ്യധിപനാണ്, മകരൻ രാശിയുടെ അധിപനാണ്. മറ്റൊന്ന് അവരുടെ ധനാധിപനാണ്. ഇവിടെ ശനി നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. ശനി ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും മകരൻ രാശിക്കാർ, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മതി വിക്രമവാൻ തൃതീയകെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും മതി വിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. ഇവിടെ പലപ്പോഴും മകരൻ രാശിക്കാർക്കും പല കാര്യങ്ങളിലും അനുകൂലമായ സമയമാണ്. ദാമ്പത്യം അത്ര സുഖകരമാകണമെന്നില്ല. അപ്രകാരം തന്നെ ശനി നോക്കുന്നത് 9-ാം ഭാവത്തിലേക്കാണ്. ഒരുതരം സന്യാസ യോഗമുണ്ടാകും 3-ൽ ശനി നിൽക്കുന്നത്. 9-ലും 3-ലും ശനി വരുമ്പോൾ പാർഷ്യൽ സന്യാസ യോഗം ഉണ്ടാകും. അതിനാൽ പലപ്പോഴും യാത്രയിൽ ഫാമിലിയുമായി പാർഷ്യലി സെപ്പറേറ്റഡ് ആകും. മകരൻ രാശിക്കാർ തന്നെ ഭാര്യയെയും മക്കളെയും ലാളിക്കുന്നവരാണ്. നിത്യം ലാളയതി സ്വധാരതനെയാണ്. ഫാമിലി ഓറിയൻറ്റഡായ വ്യക്തികളാണ് മകരൻ രാശിക്കാർ. അത് മകരൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളാണ്. സ്ത്രീകളായാൽ പ്രത്യേകിച്ച് വളരെയധികം തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളെയും അവർ നോക്കും, ലാളിക്കുമെന്ന്, ലാളിക്കാൻ ആഗ്രഹിക്കും, പുരുഷനായാലും സ്ത്രീയായാലും. അങ്ങനെയാണ് മകരൻ രാശി. അതിൽ പലപ്പോഴും മകരൻ രാശിക്കാർ സ്വകാര്യമായിട്ട് ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ, പ്രായക്കൂടുതലുള്ള സ്ത്രീകളുമായി ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അങ്ങനെ ചില ബന്ധങ്ങൾ സ്ട്രോങ് ആയി വരുമ്പോൾ സമൂഹം അറിഞ്ഞാലും ആരറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്ന ചില സമീപനങ്ങൾ ഇവരെടുക്കും. സന്ദിഗ്ധ ലജ്ജഹ അഘൃണഹ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അകമ്പെ ജരാംഗനാസു നിരത, ഗമിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ സ്ത്രീകളെ, അങ്ങനെയുള്ള ആളുകൾ ആഗ്രഹിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ക്ലേശങ്ങൾ ഉണ്ടാക്കും മകരൻ രാശി. പക്ഷേ ശനി പലപ്പോഴും ബാലൻസ് ചെയ്യാം ആത്മീയമായ വിഷയങ്ങളോടുള്ള ആ താല്പര്യം. പ്രാർത്ഥന വളരെ നല്ലതാണ്. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നല്ലതാണ്. 3-ൽ ശനി നിൽക്കുമ്പോൾ ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നു ചമത്കാര ചിന്താമണിയിൽ, തൃതീയ ശനോ ശീതളം നൈവ ചിത്തം. 3-ൽ ശനി വരുമ്പോൾ മനസ്സിന് ശീതളമുണ്ടാകില്ല. എപ്പോഴും മനസ്സ് ഭയങ്കര സംഘർഷഭരിതമായിരിക്കാം. അവിടെ വിദേശത്തുള്ളവർക്ക്, ജോലി ചെയ്യുന്നവർക്ക്, വ്യാപാരികൾക്കൊക്കെ അങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടാകാം. ജനാദുദ്യമായി ജായതേ യുക്തഭാഷി അവിഘ്നം ഭവേത് കർഹിജിത് നൈവ ഭാഗ്യം. പലപ്പോഴും തന്നെ സൗഭാഗ്യങ്ങൾ കുറയും. പക്ഷെ ഇവിടെ ആചാര്യൻ ജനറലായ കോമണായ ഫലമാണ് പറഞ്ഞത്. വ്യാഴക്ഷേത്രത്തിൽ ശനി നല്ലതാണ്. പുതിയ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. രാജഭവനത്തിൽ എനിക്ക് ഇരിപ്പിടം കിട്ടും. വിദേശത്തേക്ക് ധാരാളം സഞ്ചരിക്കേണ്ടി വരും കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അങ്ങനെ ഫാമിലി സെപ്പറേഷനാകാം. സൽപുത്ര ജായാധന, തൻ്റെ ഭാര്യയും മക്കളെയും ചിന്തിക്കുന്ന ആളായിരിക്കും. അഗ്രനേതൃത്വത്തിലേക്ക് എത്തിപ്പെടുമെന്നൊരു നല്ല ഫലമുണ്ട്. മകരൻ രാശിക്കാരുടെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ വ്യാഴം 7-ാം ഭാവത്തിലുണ്ട്. ഡിസംബർ 5 വരെ നന്നായി പ്രയത്നിച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നന്നായിട്ട് ലഭിക്കും. ചൊവ്വയും നല്ല സ്ഥാനത്താണ്. 11-ൽ ചൊവ്വ നിൽക്കുന്നു. രാഷ്ട്രീയ കുശലത ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം. അതിനാൽ അനുകൂലമായി വരട്ടെ. മകരൻ രാശിക്കാർക്ക് എല്ലാ വിഷയങ്ങളിലും ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഢാശോ സുഖി ദുർമുഖ സൽകൃതോപി. ദൃഢമായ ആശ, തനിക്ക് വലിയ ആശകളുണ്ടാകും. ദുർമുഖ സൽകൃത അഭി, തന്നെ സൽക്കരിക്കുന്ന മകരൻ രാശിക്കാരെ ഒരു വ്യക്തി സൽക്കരിച്ചാലും അദ്ദേഹം ആ സൽക്കാരത്തിൽ സംതൃപ്തി കാണില്ല, ദുർമുഖനായി നിൽക്കുമെന്നാണ്. എന്തെങ്കിലും കുറ്റം പറയും. അത് മകരൻ രാശിക്കാർ മാറ്റിയേ മതിയാവുകയുള്ളൂ. ദുർമുഖനായി പോകും സൽക്കരിച്ചാൽ. അതിനാൽ ആ ഒരു ദോഷം മകരൻ രാശിക്കാർ കേൾപ്പിക്കരുത്. ഇപ്പോൾ കേൾപ്പിക്കില്ല. നല്ല രാശി നല്ല സ്ഥലത്താണ്. ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല മകരൻ രാശിക്കാർ. നന്ദി നന്മകൾ.